വളരെ അഭിമാനവും സന്തോഷമുള്ള ഒരു മുഹൂർത്തമാണ്. ഞാനൊരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്നതിന് മുമ്പ് 2 വർഷം മുമ്പ് മാത്രം കേരളത്തിന്റെ ഗതാഗത മന്ത്രിയായ എനിക്ക് വളരെ വർഷങ്ങളായി നശിച്ചു കിടന്ന ഈ ബസ് സ്റ്റേഷനെ നവീകരിക്കാൻ ഒരു അവസരം കിട്ടി എന്ന് പറയുന്നത് വലിയൊരു ഭാഗ്യമായി ഞാൻ കരുതുകയാണ്. നമ്മളിവിടെ വന്ന് കാണുമ്പോൾ ചെളി കെട്ടിയ നിലയിലായിരുന്നു. അന്ന് ബഹുമാനായ MLA യും MP യും അതുപോലെ മുൻ മേയർ ഞങ്ങളെല്ലാവരും കൂടിയാണ് ഇവിടെ വന്ന് നോക്കുമ്പോൾ അന്ന് എലിപ്പനി പിടിക്കാതെ പോയത് ഭാഗ്യം. ഈ അഴുക്കുള്ളത്തിൽ ഇറങ്ങിയ എലിപ്പനി വരുമെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. എലിപ്പനി പിടിക്കാതെ പോകാൻ പറ്റിയത് ഭാഗ്യം എന്ന് കരുതി കാട് മൂടി ഒരു ടോയ്ലറ്റ് അവിടെ കിടപ്പുണ്ടായിരുന്നു. അതും 2001 ഞാൻ മന്ത്രിയായിരുന്നപ്പോൾ സുലഭിനെ കൊണ്ട് അന്ന് പണിയിച്ച ടൂറിസം വകുപ്പ് തോമസ് മാസ്റ്റർ ടൂറിസം മന്ത്രിയായിരുന്നപ്പോൾ അദ്ദേഹം തന്ന പണത്തിന് പണിതാണ്. പിന്നീട് അത് നശിച്ച് കാട് കയറി ഇവിടെ ഈ ബസ് സ്റ്റേഷനിൽ വരുന്നവർക്കൊന്ന് ടോയ്ലറ്റിൽ പോകാൻ സൗകര്യമില്ലാതായി. എറണാകുളം എന്ന് പറയുന്നത് തിരുവനന്തപുരം കഴിഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്റ്റേഷനാണ്. ആ സ്റ്റേഷന്റെ ഗതി എന്ന് പറയുന്നത് അധോഗതിയായിരുന്നു. വലിയ പരാതികളായിരുന്നു. മാധ്യമങ്ങളുടെ ഭാഗത്തുനിന്നും ജനങ്ങളുടെ ഭാഗത്തുനിന്നും യാത്രക്കാരുടെ ഭാഗത്തുനിന്നും പരാതികൾ മാത്രമേ കേൾക്കാനുണ്ടായിരുന്നു. ഇതെങ്ങനെയൊന്ന് പരിഹരിക്കാമെന്ന് ആലോചിച്ചപ്പോഴാണ് ബഹുമാനപ്പെട്ട MLA യുമായി ദീർഘമായി സംസാരിക്കുകയും അദ്ദേഹം ഇതെങ്ങനെയൊന്ന് പരിഹരിച്ച് തരണം എന്നോട് പറഞ്ഞു. പക്ഷെ പരിഹരിച്ചതിൽ ഒരു പ്രധാന ക്രെഡിറ്റ് KSRTCയിലെ CMD ആയ ശ്രീ പ്രമോദ് ശങ്കറിനാണ്. മിക്കവാറും എല്ലാ ആഴ്ചയിലും അദ്ദേഹം ഇവിടെ വന്ന് സന്ദർശിച്ച് അതിന്റെ ഓരോ ദിവസത്തെ റിപ്പോർട്ട് എനിക്ക് തിരുവനന്തപുരത്ത് വന്ന് പറയും. ഇതാണ് സ്ഥിതി, ഇവിടുന്ന് ഫോട്ടോ എടുക്കും, അവിടെ വന്നിട്ട് ഇന്ന പോലെ ചെയ്തു എന്ന് പറയും. അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളെ IIT-യിൽ നിന്ന് ഡോക്ടറേറ്റ് എടുത്ത ആളാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളെ ഇതിൽ പങ്കെടുപ്പിച്ചുകൊണ്ട് IIT-യിലെ എഞ്ചിനീയർമാർ വന്നിട്ടാണ് ഇത് ഉയർത്തുന്ന കാര്യങ്ങളും മറ്റും ചർച്ച ചെയ്തത്. പിന്നീട് എന്റെ മനസ്സിൽ തോന്നിയ ഞാനൊരു എഞ്ചിനീയറിംഗ് സ്കില്ലുള്ള ആളാണ്. അതാണ് ഈ ബസ്സുകളൊക്കെ ഞാൻ ഡിസൈൻ ചെയ്യുന്നതും വാങ്ങുന്നതും ഒക്കെ അതുകൊണ്ടാണ്. ആ എഞ്ചിനീയറിംഗ് സ്കിൽ ഉപയോഗിച്ച് ഈ വീഴുന്ന വെള്ളമെല്ലാം ഓടയിലൂടി അകത്ത് പോയി ഒരു സമ്പിലെത്തി സമ്പിൽ നിന്ന് പമ്പ് ചെയ്ത് കളയണം എന്നാണ്. ഇപ്പൊ സമ്പ് വരെ റെഡി ആയിട്ടുണ്ട്, ഇനി പമ്പും കൂടി റെഡിയായാൽ മതി. അല്ലെ, സമ്പ് വരെ റെഡി ആയിട്ടുണ്ട്, ഇനി പമ്പും കൂടി ചെയ്ത് കഴിഞ്ഞാൽ അതിലൊരു അപാകത പറ്റിയത് ഈ റെയിൽവേ ട്രാക്കിനടിയിൽ ഒരു കലങ്ങുണ്ട്. ആ കലങ്ങിന് അടിയിൽ കൂടി ഇത് അപ്പുറത്ത് കൊണ്ടുപോയാൽ ദൂരെയുള്ള തോട്ടിലടിക്കാം വെള്ളം. അവിടെ അടിച്ചാൽ പിന്നെ ഇങ്ങോട്ട് വരൂല, അങ്ങോട്ട് ഒഴുകി പൊയ്ക്കോളും. പക്ഷെ അതിന് റെയിൽവേ സഹകരിച്ചില്ല എന്നുള്ളത് ദൗർഭാഗ്യകരമായ കാര്യമാണ്. റെയിൽവേ സഹകരിച്ചില്ല. ഞാൻ എപ്പോഴും പറയേണ്ട ഒരു തമിഴ് ഒരു പാല വിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വേണം. ഇപ്പൊ റെയിൽവേ എനിക്കൊരു കത്തെഴുതി, ഞാൻ പറഞ്ഞുള്ള കാര്യം നമുക്ക് തുറന്നു പറയാം. റെയിൽവേ എനിക്കൊരു കത്തെഴുതി. കേരളത്തിലെ സർക്കാർ വണ്ടികൾക്കെല്ലാം പുതിയ സീരിയൽ നമ്പർ വരെയാണ്, 90 സീരീസാണ്. KSRTCക്ക് KL 15 എന്ന് പറയുന്ന പോലെ എല്ലാ സർക്കാർ വണ്ടിക്കും KL 90, കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി, പഞ്ചായത്ത്, സർക്കാർ വണ്ടികൾക്കെല്ലാം 90, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ ഇവർക്കെല്ലാം 90A, അങ്ങനെയാണ് രജിസ്ട്രേഷൻ വരാവുന്നത്. പഞ്ചായത്ത് എല്ലാവർക്കും അത് വരും. പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് 90B വരും. അങ്ങനെ നോട്ടിഫിക്കേഷൻ ആയി കഴിഞ്ഞു. അപ്പൊ എന്നോട് റെയിൽവേക്കാർ പറഞ്ഞു കേന്ദ്ര ഗവൺമെന്റിന് KL 3 ആണ് വെച്ചേക്കുന്നത്. സംസ്ഥാന ഗവൺമെന്റ്, പിന്നെ കേന്ദ്ര ഗവൺമെന്റ്, പിന്നെ കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി. അപ്പൊ അവർ പറഞ്ഞു ആദ്യത്തെ 10 നമ്പർ ഏതാ, സിംഗിൾ ഡിജിറ്റ് നമ്പർ ഞങ്ങൾക്കായിട്ട് റിസർവ് ചെയ്ത് തരണം. ഞാൻ പറഞ്ഞു ചെയ്തു തരാം. നീ എൻ മുതുചൊറിഞ്ഞിടിൽ, ഞാൻ നിൻ മുതുചൊറിഞ്ഞിടാം. എനിക്ക് ഈ ഓടയിലടി കൂടെ പൈപ്പിട്ട് അപ്പുറത്ത് പോകാനുള്ള അനുവാദം തരണം. ഇതാണ് ഡിമാൻഡ്. അദ്ദേഹം ട്രാൻസ്പോർട്ട് അഡീഷണൽ കമ്മീഷൻ കൂടിയാണ്. അപ്പൊ കൊടുക്കുമ്പോൾ ഇപ്പൊ തരാം എന്നിട്ട് നമ്മളെ നമ്പർ എന്തായി ഇങ്ങോട്ട്. ഞാൻ അങ്ങനെ വിട്ടുകൊടുക്കുന്ന ആളല്ല. ഞാൻ നോക്കിയപ്പോ ഇത് തരത്തില്ല എന്ന് പറഞ്ഞു. അപ്പൊ 90 രജിസ്റ്റർ ചെയ്ത് വെക്കുന്നില്ല. അപ്പൊ അതിനകത്ത് ഉത്തരവിധം കൊടുക്കാം. ആദ്യത്തെ 10 നമ്പർ ഇവർക്ക് റിസർവ് ചെയ്തിരിക്കുന്നു എന്ന് വേണമെങ്കിൽ മന്ത്രിക്ക് ഉത്തരവിടാം. അത് ചെയ്തില്ല. എല്ലാവർക്കും കൂടെ എല്ലാ കേന്ദ്ര ഗവൺമെന്റ് സ്ഥാപനങ്ങൾക്കുമായിട്ട് 90B അങ്ങ് കൊടുത്തു. അപ്പൊ 1 മുതൽ 10 വരെ അവർക്ക് ഡിജിറ്റൽ 1 ഡിജിറ്റ് സിംഗിൾ ഡിജിറ്റ് നമ്പർ അവർക്ക് വേണമെന്ന് അപ്പൊ കൊടുക്കാന്ന് ഞാൻ സമ്മതിച്ചു. പക്ഷെ നിങ്ങൾക്ക് തരാം, വ്യവസ്ഥ ഇതാണ്. ഇതിനടിയിൽ കൂടെ ഒരു പൈപ്പ് ഇട്ട്, അത് പാലത്തിനടിയൊന്നുമല്ല, കലങ്ങിനടിയിൽ കൂടെ വലിയ 2 പൈപ്പ് ഇട്ടിട്ട് ഈ വെള്ളം പമ്പ് ചെയ്തങ്ങ് ആ തോട്ടി കളയണം. ഒരു കുഴപ്പമുള്ള കാര്യമല്ല. തരാൻ നടത്തി. അപ്പൊ ഞാൻ ഈ ഫയൽ വെച്ചോണ്ടിരുന്നു. തരാൻ തന്നിട്ട് കൊടുക്കാൻ തന്ന് കൊടുത്തിരുന്ന എന്തോ അബദ്ധമായി പോയതിന് വെച്ചോണ്ടിരുന്നു. എന്നിട്ട് തരുന്നില്ല എന്ന് ഉറപ്പായപ്പോ കൊടുക്കുന്നില്ല എന്ന് ഉറപ്പാക്കി. ഇതൊക്കെ നമ്മൾ പരസ്പരം സഹായിച്ചു പോകേണ്ടവരല്ലേ. ഈ വെള്ളം ഇവിടുന്ന് അടിച്ചുകൊണ്ട് കളയാൻ വേറെ മാർഗമില്ല. ഇപ്പൊ ഇത് വെള്ളം ഇനി വരില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഞാൻ മാധ്യമങ്ങൾ എന്നെ പിന്നീട് കളിയാക്കാൻ ഇടവരരുത്. ഞാൻ പറയാണ് പരമാവധി ചെയ്യാവുന്ന കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തു. MLAക്ക് പറയാം, പരമാവധി ചെയ്യാവുന്ന ഒരു സിവിൽ എഞ്ചിനീയറിംഗുമായി ബന്ധപ്പെട്ട് PWD ഉദ്യോഗസ്ഥരും IIT നിന്ന് വന്ന ഉദ്യോഗസ്ഥരും എല്ലാവരും പറഞ്ഞതനുസരിച്ച് നമ്മൾ പരമാവധി ചെയ്തിട്ടുണ്ട്. പെരുമഴ വരുമ്പോൾ ഈ റോഡ് പൊങ്ങി നിൽക്കുകയാണ്. അപ്പുറത്തെ സ്റ്റേഡിയം നിറഞ്ഞ് വെള്ളം കിടക്കുകയാണ്. ഇവിടെ വെള്ളം വന്നുമ്പോൾ ഗണേഷ് കുമാർ നമ്മളെ മണ്ടനാക്കിയെന്ന് പറയരുത്. ഞാൻ പരമാവധി ചെയ്തു. ഇന്നിപ്പോ അറിയാൻ 2 ദിവസം മഴ പെയ്തു നന്നായിട്ട്, എന്നിട്ട് വെള്ളം കയറിയില്ല എന്ന് പറഞ്ഞു.
അതായിരിക്കില്ല എപ്പോഴും ഉള്ള സ്ഥിതി. പക്ഷെ വെള്ളം പമ്പ് ചെയ്തുകൂടി കളയാൻ കഴിഞ്ഞാൽ വരില്ലെന്ന് ഉറപ്പ് പറയാം. വരാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. കാരണം നമ്മളെ കൊണ്ട് ചെയ്യാവുന്ന ഒരു വൃത്തിയാക്കലിന്റെ ഭാഗമായിട്ട് വെള്ളം വരാതിരിക്കാനുള്ള എല്ലാ കാര്യങ്ങളും നല്ല വൃത്തിയായിട്ട് തന്നെ എഞ്ചിനീയർമാർ ചെയ്തിട്ടുണ്ട്. അത് നല്ല വൃത്തിയായിട്ട് തന്നെ പണി ചെയ്തു, നല്ല ഫിനിഷിങ്ങോടെ തന്നെ ചെയ്തു. അതിന് ഞാൻ അവരെ അഭിനന്ദിക്കുകയാണ്. പിന്നെ ഇതിപ്പോ ആർക്കും പ്രവചിക്കാൻ കഴിയത്തില്ല. കാരണം ഈ റോഡിൽ നിന്ന് എന്തുമാത്രം വെള്ളം ഇങ്ങോട്ട് വരും എന്നുള്ള കാര്യം പ്രവചിക്കാൻ പറ്റില്ല. പിന്നെ പുറയിലത്തെ തോട്ടിൽ നിന്ന് അഴുക്ക് വെള്ളം കയറത്തില്ല. അവിടെ ഒരു റീറ്റെയിനിങ് വാള് പണിയണം എന്ന് ഞാൻ പറഞ്ഞു. ഒരു ഹൈറ്റുള്ള ഒരു വാള് പണിതിട്ടുണ്ട്. അതുകൊണ്ട് ആ തോട്ടിൽ കിടക്കുന്ന അഴുക്കുവെള്ളം ഇങ്ങോട്ട്, അവിടെ അഴുക്കുവെള്ളം പോകുന്ന മാലിന്യ ജലം പോകുന്നതാണ്, അതിന് ഇങ്ങോട്ട് കയറൂല എന്ന് ഉറപ്പുണ്ട്. പക്ഷെ ഈ റോഡിൽ നിന്ന് വെള്ളം വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ അതിന്റെ ഉള്ളിലേക്ക് കയറില്ല എന്നാണ് നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്നത്. പരമാവധി വെള്ളം ഒഴുകി പോകാനുള്ള സംവിധാനം ചെയ്തിട്ടുണ്ട്. ഇനി ഈ സമ്പിലൊരു വലിയ 2 മോട്ടറും കൂടി വെക്കണം. അടിയന്തരമായിട്ട് MD വെക്കും. ആരെയും സ്പോൺസറെ കിട്ടിയില്ലെങ്കിൽ KSRTC തന്നെ വെക്കും. ഇത് ഒറ്റ കാര്യം എനിക്ക് പറയാനുള്ളൂ, വൃത്തിയാക്കി വെക്കണം. KSRTC ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പൊ ദാരിദ്ര്യമില്ല. ഞങ്ങൾ പല കാര്യങ്ങളും ചെയ്യുന്നത് ഇരയിട്ട് മീൻ പിടിക്കാന്ന് പറയും. ഉണ്ടായിട്ടല്ല, ഒരുപാട് പൈസ ചാക്കി കെട്ടി വെച്ചിട്ടല്ല. പക്ഷേ ചില കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് ചെയ്തില്ലെങ്കിൽ ശരിയായി. ഇവിടെ സുലഭിന് നമ്മൾ കൈമാറി. ടോയ്ലറ്റ് വളരെ മനോഹരം, നല്ല വൃത്തിയായി. MLA തന്നെ പറഞ്ഞു എയർപോർട്ടിലെ പോലെ നല്ല വൃത്തിയായി സൂക്ഷിക്കുന്നുണ്ട്. കൊട്ടാരക്കരയിൽ കൈമാറി, തകർന്നു കിടന്നു, അവര് തന്നെ റിപ്പയർ ചെയ്ത് കൈമാറി. കോട്ടയത്ത് കൈമാറിയപ്പോ അവിടുത്തെ KSRTC ഉദ്യോഗസ്ഥർ തന്നെ അവർക്കെതിരെ പരാതി കൊടുക്കുകയാണ്. ഇവര് വടക്കേ ഇന്ത്യക്കാരാണ്, ഇവരെ കയ്യും കാലും പിറക്കിയാണ് ഇവിടെ വരും. അവര് പറഞ്ഞു ഞങ്ങൾ എടുക്കൂലെന്ന് പറഞ്ഞു. അവസാനം ഞാൻ ഒറ്റയാള് MD എന്റെ അടുത്ത് കൊണ്ടുവന്നു, സാറേ ഇവർ ഒരു സ്റ്റേഷനേ എടുക്കത്തുള്ളൂ, വേറെ ഒന്നും എടുക്കാൻ അവർ തയ്യാറല്ല, അവർക്ക് പേടിയാണ് കേരളത്തിൽ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാനാണ് മന്ത്രി, നിങ്ങൾ എടുത്തിരിക്കും നടത്തിയിരിക്കും എന്ന് ഞാൻ ഉറപ്പ് കൊടുത്തു. ഞാൻ കൊടുത്ത ഉറപ്പിന്റെ പുറത്ത് അവരിവിടെ നിന്നു. കോട്ടയം എടുത്ത് വൃത്തിയാക്കി. കോട്ടയത്ത് ഇവരങ്ങോട്ട് തുടങ്ങിയ ഉടനെ അവിടെ നിന്ന് കുറെ ആൾക്കാർ, നമ്മുടെ KSRTC ഉള്ള ആരെയാണ്, മുനിസിപ്പാലിറ്റിക്ക് പരാതി, രഹസ്യമായിട്ട് കള്ളപ്പേരിൽ പരാതി, മാലിന്യം എല്ലാം ഇവര് തട്ടിയാണ്. ആരോ കൊണ്ട് തട്ടിയ മാലിന്യം ഇവരെ തലയിൽ വെച്ചു കൊടുത്ത് അവരൊക്കെ ഫൈനടിക്കലും ബഹളവും. അവസാനം ഇത് ചെയ്യുന്ന ആരാന്ന് ഞാൻ കണ്ടുപിടിച്ചു. അയാളെ കാസർഗോഡേക്ക് ഫലം മാറ്റി. പലരെയും വെച്ച് ശുപാർശ ചെയ്തു. ഞാൻ പറഞ്ഞു അത് വിട്ടുള്ള കളി മതി. അയാൾ എന്നെ നേരിട്ട് കണ്ടു പറഞ്ഞു. ഞാൻ പറഞ്ഞു അത് നടക്കൂല. ഒരു മയവും കാണിച്ചില്ല. കാരണം വെച്ചാൽ നമ്മുടെ ഒരു നല്ല കാര്യം, യാത്രക്കാർ എങ്ങനെ വരും ഇതിനകത്ത്? നല്ല ടോയ്ലറ്റ് വേണം, നല്ല ഭക്ഷണം കിട്ടണം, നല്ല വിശ്രമിക്കാനുള്ള സൗകര്യം വേണം. ഇതാണ് ആദ്യം ചെയ്തത്. ഈ സ്ത്രീകൾക്കും കുട്ടികൾക്കും ഫാമിലി ആയിട്ട് വിശ്രമിക്കാനുള്ള മുറി എന്ന ആശയം ഞാൻ കൊണ്ടുവന്ന ആശയമാണ്. ഞാൻ മന്ത്രിയാവുന്നതിന് മുമ്പേ ഞാൻ വരച്ചു വെച്ചിരുന്ന, മന്ത്രിയാവോന്ന് വിചാരിച്ചല്ല, ആരെങ്കിലും ഒരു മന്ത്രിക്ക് ഇത് പറഞ്ഞു കൊടുക്കാം എന്ന ആഗ്രഹത്തോടുകൂടി ഞാൻ വരച്ചു വെച്ചതാണ്. ഞാൻ വരച്ചു വെച്ചാണ് ഈ ഗ്ലാസ് കൊണ്ടുള്ള, ഈ എല്ലാവർക്കും സുതാര്യമായ, സ്ത്രീകൾക്കൊക്കെ സുരക്ഷിതമായിട്ട് ഇരിക്കത്തക്ക രീതിയിൽ ബസ് വരുമ്പോൾ കാണാൻ പറ്റുന്ന ഗ്ലാസ് കൊണ്ടുള്ള എയർ കണ്ടീഷൻ ചെയ്ത വിശ്രമമുറി. അത് എല്ലാ സ്ഥലത്തും ചെയ്തു തന്ന വിവോവാണ്. വിവോ കമ്പനിക്കാരാണ്. കോഴിക്കോട് ചെയ്തു, പത്തനംതിട്ട, അല്ലെ, കൊട്ടാരക്കര ഇപ്പൊ നമ്മൾ പുതിയ കെട്ടിടം പണിയുന്നോണ്ട് ചെയ്തില്ല, തിരുവനന്തപുരം, എല്ലാ സ്ഥലത്തും അവരാണ് ചെയ്തത്. ഇവിടെ നമുക്ക് വീഗാലാൻഡ് ചെയ്തു തന്നു, അവരാണ് ചെയ്തു തന്നത്. അങ്കമാലിയിലും വിവോ ആണ് ചെയ്തു തന്നത്. പാലക്കാട് ചെയ്തു തന്നു വിവോ. എല്ലാ സ്ഥലത്തും നമ്മളിപ്പോ AC വെയിറ്റിംഗ് റൂം ഉണ്ട്. ഈ AC വെയിറ്റിംഗ് റൂം ഉള്ളതുകൊണ്ട് ഫാമിലി ആയിട്ട് വരുന്നവർക്ക് വളരെ സൗകര്യമാണ്. മൊബൈൽ ചാർജ് ചെയ്യാം. ഈ മാതൃഭൂമി കോർണർ ഉണ്ടാക്കിയതുപോലെ അങ്കമാലിയിലൊക്കെ മാതൃഭൂമി ഒരു ബുക്ക് സ്റ്റാൻഡ് വെച്ചിട്ടുണ്ട്. അതിനകത്ത് മാതൃഭൂമിയുടെ എല്ലാ പ്രസിദ്ധീകരണങ്ങളും അവരതിനകത്ത് വെച്ചിട്ടുണ്ട്. കാരണം ഇരിക്കുന്ന സമയത്ത് മൊബൈലിൽ കുത്തിക്കൊണ്ടിരിക്കും, ചിലർ വായിച്ചുകൊണ്ടിരിക്കും. അപ്പം വായനയ്ക്കുള്ള ഒരു ആളുകൾക്ക് ബോറടിക്കാതിരുന്ന് വായിക്കാനുള്ള ആവശ്യമായ ബുക്കുകൾ മാതൃഭൂമിക്കോ മനോരമയ്ക്കോ ആർക്കുണ്ടെങ്കിലും സൗജന്യമായിട്ട് അതിനകത്ത് സ്റ്റാൻഡ് വയ്ക്കാൻ അനുവാദം തന്നേക്കാം. അതിനകത്ത് വെച്ചു കൊടുത്ത വായിക്കുമല്ലോ ആൾക്കാർ. ഇവിടെ ഇപ്പൊ മാതൃഭൂമിയുടെ ഒരു കോർണർ തന്നെ ഉണ്ടായി. അതുപോലെ ഈ എല്ലാ വിശ്രമ മുറിക്കകത്തും മാധ്യമങ്ങൾ ഇറങ്ങുന്ന ഈ പീരിയോഡിക്കൽസ് ബുക്കുകളെല്ലാം വെക്കാനും അത് അന്നന്ന് കൊണ്ടുവയ്ക്കാനും മാറ്റി വെക്കാനും ഒക്കെ ഉള്ള സൗകര്യം ചെയ്തു തരാൻ തയ്യാറാണ്. അങ്കമാലിയിൽ ചെയ്തിട്ടുണ്ട്. മാതൃഭൂമിയാണ് സ്റ്റാൻഡ് വെച്ചല്ലേ, മാതൃഭൂമി വെച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ മാധ്യമങ്ങൾ മുന്നോട്ട് വന്നാലേ ചെയ്യാൻ, ആളുകൾക്ക് അവിടെ ഇരുന്ന് ഇരിക്കുമ്പോൾ വായിക്കാം, കഥകളൊക്കെ വായിച്ചിട്ട് ബുക്ക് അവിടെ വെച്ചിട്ട് പോകണം എന്നേ ഉള്ളൂ. അതൊരു വലിയ സൗകര്യമായി മാറിയപ്പോൾ യാത്രക്കാരുടെ എണ്ണം കൂടി. പിന്നെന്താണ്, ബസ് പോകുന്ന വഴിക്ക് നിർത്തുന്ന ഹോട്ടലുകൾ വേറും തല്ലിപ്പൊളി ഹോട്ടലിൽ നിർത്തുമായിരുന്നു. അത് നിർത്തി. ടോയ്ലറ്റ് സൗകര്യങ്ങൾ പോലുമില്ല. ഇപ്പൊ ഞങ്ങൾ 72ഓളം റെസ്റ്റോറന്റുകൾ കേരളത്തിനകത്തും ബാംഗ്ലൂർ റൂട്ടിലുമായിട്ട് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. അതിനെ അക്രഡിറ്റ് ചെയ്യുന്നത് നല്ല 2 ടോയ്ലറ്റ് പുരുഷന്മാർക്കും നല്ല 2 ടോയ്ലറ്റ് സ്ത്രീകൾക്കും വേണം. കിച്ചൺ നന്നായിരിക്കണം, നല്ല ഒരു മാന്യമായ പ്രൈസ് ആയിരിക്കണം, നല്ല ഫുഡ് ആയിരിക്കണം. ഇത് പരിശോധിക്കാൻ 3 മാസം കൂടുമ്പോൾ KSRTCയുടെ ഒരു ടീമിനെ ഈ സ്ഥലങ്ങളിലേക്ക്, എവിടെങ്കിലും മോശമാണെന്ന് കണ്ടാൽ അപ്പൊ തന്നെ കട്ട് ചെയ്യും. അവരുമായിട്ട് വേറെ ഒന്നുമില്ല. KSRTC അതുകൊണ്ടൊരു നേട്ടമില്ല. 10 രൂപയുടെ ഒരു ടിക്കറ്റ് അടിക്കും, വണ്ടി ഇവിടെ വന്നു എന്ന് കാണിക്കാൻ വേണ്ടി. കണ്ടക്ടർക്കും ഡ്രൈവർക്കും ഫുഡ് ഫ്രീ ആയിട്ട് കൊടുക്കണം. പണ്ടൊക്കെ രഹസ്യമായിട്ടായിരുന്നു, ഇപ്പൊ പരസ്യമായിട്ട് പറയുകയാണ്. മന്ത്രി തന്നെ പറഞ്ഞു അവർക്ക് 2 പേർക്കും ഫുഡ് ഫ്രീ ആയിട്ട് കൊടുക്കണം. ഡ്രൈവറും കണ്ടക്ടർക്കും ഫുഡ് ഫ്രീ ആയിരിക്കണം. 2 or 3 വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ടാവണം. അങ്ങനെ വന്നപ്പോൾ ഒരുപാട് ഫാമിലി KSRTC ആശ്രയിക്കാൻ തുടങ്ങി. പലരും സ്കൂട്ടറും കാറും ഒക്കെ ഉപേക്ഷിച്ചിട്ട് KSRTCയിലേക്ക് കയറുകയാണ്. ഞാൻ ഇവിടെ വെച്ച് ഒരു കാര്യം കൂടി, ഇതുവരെ പറയാത്തൊരു കാര്യം കൂടി ഉദ്ഘാടനം ചെയ്തിട്ടേ പോവുള്ളൂ. അത് ഉദ്ഘാടനം ചെയ്തില്ലെങ്കിൽ ഇനി ചെയ്യാൻ പറ്റാതെ വരും. അടുത്ത 15-ാം തീയതിയോടുകൂടി, 15-ാം തീയതി 20-ാം തീയതിക്ക് മുമ്പായി
നമുക്ക് ബിസിനസ് ക്ലാസ് ബസ് വരും. വോൾവോയുടെ ബസ്സാണ് വരുന്നത്. അതിൽ പാൻട്രി ഉണ്ട്, അതിൽ ടോയ്ലറ്റ് ഉണ്ട്. അത് തിരുവനന്തപുരത്ത്, കൊച്ചിയിൽ നിന്ന് രാവിലെ ഒരു വണ്ടി തിരുവനന്തപുരത്തേക്കും, തിരുവനന്തപുരത്ത് നിന്ന് രാവിലെ ഒരു വണ്ടി കൊച്ചിക്കും പുറപ്പെടും. റോഡ് പണി കഴിഞ്ഞാൽ അത് രാവിലെ തൃശ്ശൂരിൽ പോയി നിൽക്കും. തൃശ്ശൂരിൽ നിന്നായിരിക്കും തുടങ്ങുന്നത്. അത്രയും ദൂരമെങ്കിലും നമ്മൾ കവർ ചെയ്യും. ഏതാണ്ട് 3.5-4 മണിക്കൂറുകൾ കൊണ്ട് തിരുവനന്തപുരത്ത് എത്തുന്ന, എങ്ങും സ്റ്റോപ്പില്ല, മിന്നൽ പോലെയാണ്. ഇവിടം വിട്ടാൽ ആലപ്പുഴ, ആലപ്പുഴ വിട്ടാൽ കൊല്ലം, കൊല്ലം വിട്ടാൽ തിരുവനന്തപുരം. ആ ബുക്കിംഗ് കംപ്ലീറ്റും തിരുവനന്തപുരത്തേക്കാണെങ്കിൽ ഇതെവിടെയും സ്റ്റോപ്പ് ചെയ്യില്ല. കാരണം ടോയ്ലറ്റ് അതിനകത്തുണ്ട്, ഫുഡ്, നിങ്ങൾക്ക് എന്ത് ഫുഡ് വേണമെങ്കിലും ഓർഡർ ചെയ്യാം. അതിനകത്ത് മെനു ഉണ്ട്. ആ മെനു നേരത്തെ ഒന്ന് കാണാം. അത് ടിക്കറ്റ് റിസർവ് ചെയ്യുമ്പോൾ തന്നെ ഫുഡും കൂടി, വിമാനത്തിലെ പോലെ ഫുഡും കൂടി റിസർവ് ചെയ്തിട്ട് കയറാം. ഒരു ചായ കൂടുതലാണ് വിട്ടു വരും. അതിനകത്ത് ടിക്കറ്റ് കൊടുക്കുന്നതും ടിക്കറ്റ് പരിശോധിക്കുന്നതും എല്ലാം ഒരു ഹോസ്റ്റസ് ആയിരിക്കും, ഒരു ലേഡി അതിനകത്ത് ഉണ്ടാകും. അവരാണ് ആ കാപ്പി ചായയൊക്കെ എടുത്ത് തരുന്നതും ആഹാരം തരുന്നതും എല്ലാം അവരായിരിക്കും. ബസ് ഹോസ്റ്റസ് എന്നൊരു സങ്കല്പം ഉണ്ടാക്കിയാണ്. അതെല്ലാം തെരഞ്ഞെടുത്ത് റെഡിയാക്കിയിട്ടുണ്ട്. വണ്ടി വരുമ്പോൾ ഞാനൊന്ന് ഓടിച്ചു നോക്കും. അത് കഴിഞ്ഞാൽ വണ്ടി ഉദ്ഘാടനം ചെയ്തിരിക്കുന്നു. വണ്ടി ഓടാൻ നേരത്തെ ഇലക്ഷൻ കമ്മീഷന്റെ പ്രഖ്യാപനം വരുന്നതിന് മുമ്പേ വണ്ടി ഉദ്ഘാടനം ചെയ്തിരിക്കുന്നു. അല്ലെങ്കിൽ ഉദ്ഘാടനം ചെയ്യേണ്ടെന്ന് പലരും പറയും. അതുകൊണ്ട് നേരത്തെ ഉദ്ഘാടനം ചെയ്തിരിക്കുന്നു. വണ്ടി പണിത് തീരാറായി. ഇനി അതിന്റെ കളർ കൊടുക്കണം. കളർ ഇന്നലെ ഞാനും MD കൂടെ ചർച്ചകൾ നടത്തി. കളറിൽ ചില മാറ്റങ്ങൾ വരുത്തി. നല്ല എലിഗന്റ് ആയിട്ടുള്ള കളറായിരിക്കും, ഫ്ലാഷി ആയിട്ടുള്ള കളറായിരിക്കും. പക്ഷെ കുറച്ചൊരു ബിസിനസ് എക്സിക്യൂട്ടീവ് ലുക്കുള്ള ഒരു വണ്ടിയായിരിക്കും. എല്ലാ സൗകര്യവും ഉണ്ട് അതിനകത്ത്. ടോയ്ലറ്റ് ഉണ്ട് അതിനകത്ത്. അതിന്റെ ടോയ്ലറ്റ് ഒക്കെ വെച്ചേക്കുന്ന സ്ഥലമൊക്കെ ഉണ്ടാ നിങ്ങൾ ഞെട്ടിപ്പോവും. പാൻട്രി ഉണ്ട്, എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അതിനകത്ത്. ബസ് ഹോസ്റ്റസ് ആയിരിക്കും. ഡ്രൈവറും ഉണ്ടാവും, ബസ് ഹോസ്റ്റസും ഉണ്ടാവും. ടിക്കറ്റ് ചെക്ക് ചെയ്ത് കയറ്റുന്ന അവരായിരിക്കും. ബാക്കി എല്ലാ കാര്യങ്ങളും, ആഹാരം കൊടുക്കുന്നതും മറ്റു കാര്യങ്ങളെല്ലാം അവര് അറ്റ് യുവർ സർവീസ് ആയിട്ട് ഉണ്ടാവും. വിമാനത്തിലുള്ളതുപോലെ ഒരു ഹോസ്റ്റസിനെ നമ്മൾ ഈ 2 ബസ്സിലും വെക്കും. ഇവിടുന്ന് അങ്ങോട്ടും അവിടുന്ന് ഇങ്ങോട്ടും. അത് ചില ഒരുപക്ഷെ മലയാളിയാകണം എന്നില്ല ഈ വെക്കുന്ന ആള്. കാരണം മലയാളികൾക്ക് ഒരു ചെറിയ കുഴപ്പമുണ്ട്. നമ്മളെല്ലാം ട്രെയിനിങ് കൊടുക്കും. 4 ദിവസം അതനുസരിച്ച് ചെയ്യും. 5ാമത്തെ ദിവസം അത് വൃത്തിയിടാക്കും. പിന്നെ അവരത് ഊരും പോലെ ചെയ്യും. പക്ഷെ ഈ വടക്കേന്ത്യയിൽ നിന്നൊക്കെ വരുന്ന ആൾക്കാരാണെങ്കിൽ, ലേഡീസ്, പെൺകുട്ടികൾ, നമ്മള് നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റുകളിൽ നിന്നൊക്കെ വരുന്ന ഒരു ബ്യൂട്ടി പാർലർ കുട്ടികളുണ്ട്. ഇപ്പൊ എങ്ങനെ പഠിപ്പിച്ചാലും അത് തന്നെ ചെയ്യും എല്ലാ ദിവസവും. നമ്മളുള്ള സത്യം പറയണമല്ലോ. അങ്ങനെ ആരെങ്കിലും നോക്കാനാണ് ഞാൻ MDയോട് പറഞ്ഞത്. കാരണം വെച്ചാൽ ഈ പഠിപ്പിച്ചു കൊടുക്കുന്ന കാര്യം കൃത്യമായി പാലിക്കണം. ഡ്രസ്സിങ്ങിന്റെ കാര്യത്തിലായാലും ഒക്കെ. ഇവിടെ തന്നെ ഒരു മെഷീൻ കിട്ടിയ കാര്യം പറഞ്ഞു. നല്ല വിലയുള്ള ഒരു മെഷീനാണ് കിട്ടിയേക്കുന്നത്. ഈ തറ മുഴുവൻ വൃത്തിയാക്കാൻ പറ്റുന്ന ഒരു മൂവിയാവുന്ന ഒരു വലിയ മെഷീനാണ് കിട്ടിയേക്കുന്നത്. ആ മെഷീൻ 2 ദിവസം ഉപയോഗിക്കും. 3-ാമത്തെ ദിവസം പ്ലഗ് വലിച്ചു പൊട്ടിച്ച് ചീത്തയാക്കിയിട്ട് ഇവിടെ ഒതുക്കിയിട്ടിട്ട് ചൂലും കൊണ്ടിറങ്ങും. അതുകൊണ്ട് ഒരു കാര്യം കൂടി ഞാൻ പറയാം. തിരുവനന്തപുരം ബസ് സ്റ്റേഷൻ ക്ലീനിങ് കോൺട്രാക്ട് കൊടുത്തിരിക്കുകയാണ്. എറണാകുളം ബസ് സ്റ്റേഷൻ പുതുക്കി പണിഞ്ഞ സ്ഥിതിക്ക് ഇതും ക്ലീനിങ് കോൺട്രാക്ട് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുക. ഒരു കമ്പനിക്ക് ക്ലീനിങ് കോൺട്രാക്ട്. തിരുവനന്തപുരത്ത് നമ്മൾ കണക്ക് കേട്ടാൽ നിങ്ങൾ ഞെട്ടും. തിരുവനന്തപുരത്ത് നമ്മൾ ക്ലീനിങ്ങിന് കൊടുത്തുകൊണ്ടിരുന്ന ശമ്പളം 1,80,000. ക്ലീനിങ് കോൺട്രാക്ടർക്ക് ഒരു മാസം കൊടുക്കുന്നത് 98,000 രൂപ. അപ്പൊ 4 വ്യത്യാസം ആലോചിച്ചു. ഒന്നും ക്ലീൻ ആയില്ല. 1,98,000 രൂപ നമ്മൾ ശമ്പളം കൊടുക്കുമായിരുന്നു. തൂക്കം വരുന്നവർ വൃത്തിയാവത്തുമില്ല. ഇപ്പൊ എന്ത് പറ്റി? നമ്മൾ സൂപ്പർവിഷൻ മാത്രമേ ഉള്ളൂ. അവര് ക്ലീൻ ചെയ്യും. മാസം 98,000 രൂപ കൊടുത്താൽ മതി. അപ്പൊ അതാ ലാഭം. KSRTC 1 ലക്ഷം രൂപയുടെ ലാഭമാണ്. ഇങ്ങനെയൊക്കെ തന്നെ അപ്പൊ വന്നു കഴിഞ്ഞാൽ നല്ല ക്ലീൻ ആണ്. തിരുവനന്തപുരം ബസ് സ്റ്റേഷൻ പോയി കണ്ടു, വളരെ ക്ലീൻ ആയിട്ട് കിടക്കുകയാണ്. ഇത് നല്ല ക്ലീൻ ആയിട്ട് പണിതിരിക്കുകയാണ്. ഇതിന് മെഷീനും ഒക്കെ വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട്. അത് മെഷീനൊക്കെ ഇല്ലേ ഈ സർക്കാർ ആശുപത്രിയിലെ സ്കാനിങ് മെഷീൻ പോലെയാണ്. 2 ദിവസം കഴിയുമ്പോൾ അവർ തന്നെ ചീത്തയാക്കും. ചീത്തയാക്കിയിട്ട് ആളിനെ വെളിയിലോട്ട് പറഞ്ഞു വിടുന്ന പോലെ. ഇത് ഈ മെഷീനൊക്കെ കിട്ടിയത് നല്ല സന്തോഷമുള്ള കാര്യമാണ്. MLA പറഞ്ഞു വളരെ നല്ല ഒരു മെഷീനാണ് വാങ്ങിച്ചു തന്നേക്കുന്നത്. ആ മെഷീൻ വാങ്ങിച്ചു തരുമ്പോൾ അത് ഉപയോഗിക്കില്ല, അത് നശിപ്പിച്ചാൽ കളഞ്ഞിട്ട് പിന്നെ ചൂലുമായിട്ട് ഇറുക്കില്ല ചൂലുമായിട്ട് ഇറങ്ങി. അപ്പൊ നന്നായിട്ട് വരുമാന വർധന അവർ കൊണ്ടുവന്നു. KSRTCയുടെ വളർച്ചയിൽ ജീവനക്കാർ വഹിക്കുന്ന പങ്ക് ഞാൻ ഓരോന്നും നോക്കും. ഇങ്ങോട്ട് വന്നപ്പോൾ 2 പുതിയ വണ്ടി കിടക്കുന്നത്. മേളുവശത്ത് മൊത്തം ചെളിയാണ്. അത് അപ്പോഴേ കാണിച്ചു കൊടുത്ത് ഇതിനൊന്നും നോക്കി ഞാൻ MD നടപടിയെടുക്കും. കഴുകണം, വണ്ടിയുടെ മേളുവശവും കഴുകണം. കാരണം മേളിൽ നോക്കുമ്പോൾ ഇത് പുഴുത്ത് കിടക്കുന്ന കാണാം. മേളിൽ നിന്ന് മോളുവശവും കഴുകണം. വണ്ടി കഴുകുമ്പോൾ എല്ലാം കഴുകണം. അല്ല പുറത്ത് ഇങ്ങനെ പുറം മോടി മാത്രം പോരാ, അകവും വൃത്തിയാക്കണം, പുറവും വൃത്തിയാക്കാതെ മേളുവശം കഴുകണം. മേളുവശം കഴുകാത്തതുകൊണ്ട് 2 പുതിയ വണ്ടിയാണ്, AC വണ്ടി അവിടെ കിടക്കുന്നത്. ഞാൻ ATയോട് അപ്പം തന്നെ വിളിച്ച് കാണിച്ചു കൊടുത്തു. MDക്കും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. കഴുകിയേ പറ്റത്തുള്ളൂ. വണ്ടി വൃത്തിയായി സൂക്ഷിക്കാൻ തുടങ്ങിയപ്പോൾ ആളുകൾ ഇതിനകത്ത് കയറാൻ തുടങ്ങി. പലരും കാർ ഉപേക്ഷിച്ചു. തിരുവനന്തപുരത്ത് കാനറ ബാങ്കിന്റെ മാനേജർ ആയിരുന്ന ഒരു ലേഡി എനിക്കൊരു മെസ്സേജ് അയച്ചു, ഞാൻ കാറ് വിറ്റു. അപ്പൊ ഞാൻ വിചാരിച്ചു എന്തോ ഒരു കുഴപ്പം സംഭവിക്കാൻ പോവുകയാണ്. കാരണം RTO ഓഫീസിൽ എന്തോ കുഴപ്പം ഉണ്ടായിട്ടുണ്ട് അവർക്ക് എന്ന് വിചാരിച്ചു. അടുത്ത പരാതി താഴോട്ട് വായിച്ചവൻ പറഞ്ഞു, KB-യുടെ വണ്ടി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. KSRTC വണ്ടിയിൽ KB എന്ന് അവരെന്നെ അൽപ്പിച്ച പോലെ തന്നെ KB-യുടെ വണ്ടി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. KSRTC വണ്ടിയാണ് സൗകര്യം എനിക്ക് മനസ്സിലായതുകൊണ്ട് ഞാൻ കാർ അങ്ങ് വിറ്റു. ഇപ്പൊ യാത്രയെല്ലാം ബസ്സിലാക്കിയെന്ന് പറഞ്ഞു. അതുപോലെ ബഡ്ജറ്റ് ടൂറിസം. നമ്മുടെ പ്രായമുള്ള അമ്മമാർക്കും ഒറ്റയ്ക്ക് ജീവിക്കുന്നവർ, പ്രായമായ അച്ഛനമ്മമാരും ഒക്കെ ജീവിക്കുന്നവരുണ്ട്. അവർക്ക് ഈ ബഡ്ജറ്റ് ടൂറിസം വളരെ ഗുണം ചെയ്തിട്ടുണ്ട്. അവർ ബഡ്ജറ്റ് ടൂറിസത്തിൽ പല സ്ഥലത്തും പോകാൻ പറ്റുന്നു. ഇപ്പൊ ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് ബഡ്ജറ്റ് ടൂറിസം, പിന്നെ ചില ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ റിസോർട്ടിലേക്ക് പോയി അവിടെ താമസിക്കാനുള്ള സൗകര്യത്തോടുള്ള റിസോർട്ട് ബഡ്ജറ്റ് ടൂറിസം.
തമിഴ്നാട്ടിലുള്ള ക്ഷേത്രങ്ങളും കൊടൈക്കനാൽ അടക്കം സന്ദർശിക്കാൻ തമിഴ്നാടുമായി ചൊവ്വാഴ്ച നമ്മൾ എഗ്രിമെന്റിൽ ഏർപ്പെടുകയാണ്. പുതിയ എഗ്രിമെന്റ്, സംസ്ഥാനതല അന്തർ സംസ്ഥാന എഗ്രിമെന്റ് ആണ്. അതിൽ പുതിയ ഒരുപാട് റൂട്ടുകൾ നമ്മൾ ചോദിച്ചിട്ടുണ്ട്. അതുകൂടാതെ തമിഴ്നാട് സർക്കാർ ചോദിച്ചേക്കുന്ന അവര് 50 ബസ് മലയാള മാസം 1-ാം തീയതി മുതൽ 5 ദിവസം ശബരിമല നട തുറക്കുമ്പോൾ അവർക്ക് 50 ബസ് വരാൻ സമ്മതിക്കണം. ഞാൻ ഓക്കെ എന്ന് പറഞ്ഞു. പകരം 50 ബസ് ആ സമയത്തല്ല, ആ 30 ദിവസത്തിനുള്ളിൽ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് തമിഴ്നാട്ടിലെ പല ഡെസ്റ്റിനേഷനിലേക്ക് ബഡ്ജറ്റ് ടൂറിസം വണ്ടികൾ ഓടാൻ അവർ പെർമിറ്റ് തരണം. നമ്പറാണ്, മറ്റേ കിലോമീറ്റർ ആണ് വയ്ക്കുന്നത്. ഇവിടെ നിന്ന് 200 കിലോമീറ്റർ അങ്ങോട്ട്, അവിടെ നിന്ന് അവർ ഇങ്ങോട്ട് ഇരുന്ന് നമ്മൾ 600 കിലോമീറ്റർ ഓടി മദ്രാസിലേക്ക് ഒരു വണ്ടി പോയാൽ അവർക്ക് നാഗർകോവിലിൽ നിന്ന് അങ്ങ് കാസർഗോഡ് വരെ വണ്ടി ഓടിക്കാം കിലോമീറ്റർ വരുമ്പോൾ. അത് മാറ്റിക്കൊണ്ട് 50 വണ്ടി അവർ ഇങ്ങോട്ട് കൊണ്ടുവരുന്നു ശബരിമലയ്ക്ക് വേണ്ടി മാത്രം. എവിടെ നിന്ന് വരാം? അവർക്ക് എവിടെ നിന്നുള്ള വരാം, തമിഴ്നാട്ടിൽ എവിടെ നിന്നുള്ള വരാം. പക്ഷെ ഞങ്ങൾ ഇവിടെ നിന്ന് അങ്ങോട്ട് ബഡ്ജറ്റ് ടൂറിസത്തിൽ, അവിടെ നിന്ന് തമിഴ്നാട്ടുകാരെ ഒന്നും അതിനകത്ത് കയറ്റുന്നില്ല, നമ്മൾ ഇവിടുന്ന് പോവുകയാണ്. ബഡ്ജറ്റ് ടൂറിസത്തിൽ നമ്മളിത് അങ്ങോട്ട് കൊണ്ടുപോകും. അതാണ് KSRTCയുടെ ഈ ബഡ്ജറ്റ് ടൂറിസം. എല്ലാ ക്ഷേത്രങ്ങളും, ഇപ്പൊ ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് ബഡ്ജറ്റ് ടൂറിസത്തിൽ പോയി കഴിഞ്ഞാൽ ഗുരുവായൂർ ദേവസ്വവുമായ ഒരു ടൈപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. ബഡ്ജറ്റ് ടൂറിസത്തിൽ ചെല്ലുന്നവർക്ക് അവിടെ മുനിസിപ്പാലിറ്റിയുടെ ഉടമസ്ഥയിലുള്ള ഒരു എയർ കണ്ടീഷൻ ഡോർമെറ്ററി ഉണ്ട്, അവിടെ ഇറങ്ങാം. ഇപ്പൊ ഉത്സവമാണ് അവർ അനുവദിക്കുന്നത്. ഉത്സവം കഴിഞ്ഞാൽ ഉടനെ ഇത് വരും, നിലവിൽ വന്നു കഴിഞ്ഞു. അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഒരു കോർഡിനേറ്റർ ഉണ്ട്. നമ്മുടെ കോർഡിനേറ്ററുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഈ ഭക്തജനങ്ങൾ, ഈ ഗുരുവായൂർ വണ്ടിയിൽ വന്നവർ ഈ അവിടെ നേരെ ചുമ്മാ ടിക്കറ്റ് എടുക്കല്ലേ, ബഡ്ജറ്റ് ടൂറിസത്തിൽ വരുന്നവർ മാത്രം ഈ ഒരു ഡോർമെട്രിയിൽ ചെല്ലും. അവിടെ നിന്ന് അവര് ടിക്കറ്റ് എടുത്തുകൊണ്ട് അവരെ നേരെ കൊണ്ടുപോയി പ്രത്യേക ഒരു ക്യൂവിലൂടി ഭഗവാനെ തൊഴിച്ചിങ്ങി പ്രതി വിടും. അപ്പൊ ഗുരുവായൂർ അമ്പലത്തിൽ കയറി പെട്ടെന്ന് തൊഴുതിറങ്ങണമെങ്കിൽ ഈ ബഡ്ജറ്റ് ടൂറിസത്തിൽ പോയാൽ മതി KSRTCയുടെ എന്നുള്ളതാണ്. ഞങ്ങൾക്കൊരു പ്രത്യേക പ്രിവിലേജ് ഗുരുവായൂർ ദേവസ്വം ബോർഡ് നൽകിയിരിക്കുകയാണ്. അതിലൂടെ പ്രവേശിക്കാൻ നമുക്ക് കഴിയും. ഞാൻ ഇനി ദീർഘിപ്പിക്കുന്നില്ല. പുതിയ കെട്ടിടത്തെക്കുറിച്ചാണ്. അതൊരു വലിയ കോംപ്ലിക്കേഷൻ ആയിരുന്നു. ഹൈബി പറഞ്ഞ അഭിപ്രായം തന്നെയായിരുന്നു എനിക്ക്. ഹൈബി ആദ്യമേ പറഞ്ഞു ഈ സ്ഥലങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ചുമാറലും സ്മാർട്ട് സിറ്റിയുടെ ഭാഗമായിട്ട് ഇതിന്റെ പണി നടക്കില്ല എന്ന് പ്രവചിച്ചെന്ന് പറഞ്ഞു. സത്യമാണ്, ഞാൻ വന്നതിന്റെ അന്നേ പ്രവചിച്ചു നടക്കില്ല. കാരണം ആദ്യത്തെ മീറ്റിംഗിൽ എനിക്ക് മനസ്സിലായി ഇത് നടപ്പുവശമില്ല. കാരണം അത് കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർ നമ്മുടെ നാട്ടിൽ ഏറ്റവും വേഗത കൂടിയ ഒച്ചിനെ വെല്ലുന്ന വീരന്മാരായതുകൊണ്ട് നമ്മൾ നടക്കില്ല എന്ന് ഞാൻ അപ്പം തന്നെ പ്രഖ്യാപിച്ചു. കാരണം ആദ്യത്തെ മീറ്റിംഗ് ഞാൻ പങ്കെടുത്തപ്പോൾ മനസ്സിലായി ഇവര് ഏറ്റവും വേഗത്തിൽ യാത്ര ചെയ്യുന്ന ഒച്ചിനേക്കാൾ അല്പം പുറകിലാണോ എന്നൊരു സംശയം തോന്നി. അങ്ങനെ ഞാൻ പറഞ്ഞു നടക്കത്തില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഈ സ്ഥലം അങ്ങോട്ട് കൊടുത്തിട്ട് വൈറ്റിലെ സ്ഥലം എടുക്കും, ഇത് ഭയങ്കര വിലയുള്ള സ്ഥലമല്ലേ, ഇത് കൊടുക്കില്ല എന്ന് ആദ്യത്തെ ദിവസം തന്നെ തീരുമാനിച്ചു. അപ്പൊ MLA ആകെ അസ്വസ്ഥനായി, വിഷമത്തിൽ എന്ത് കൊടുക്കത്തില്ല, ഇത് കൊടുക്കത്തില്ല എന്ന് പറഞ്ഞു. പിന്നെ അവസാനം എന്താ, കൊടുത്തിരുന്നെങ്കിൽ നിങ്ങൾ ആലോചിക്കണം, ഇതങ്ങ് പോവുകയും ചെയ്തേനെ, ഇവിടെ ബസ് സ്റ്റാൻഡ് വരികയില്ല. സ്മാർട്ട് സിറ്റി പദ്ധതി അങ്ങ് അവസാനിച്ചു, പൈസയൊന്നും കിട്ടിയില്ല, ബസ് സ്റ്റാൻഡ് ഇല്ലാതെ. ഇപ്പൊ ഇത് കയ്യിലിരുന്നത് കൊണ്ടാണ് ശ്രീ ബാലഗോപാൽ വന്നപ്പോൾ നമുക്ക് 13 കോടി രൂപ വാങ്ങിക്കാൻ പറ്റിയത്. ബാലഗോപാൽ എന്നെ അടുത്ത് 3 ബസ് സ്റ്റേഷനെ കുറിച്ചാണ് ഞങ്ങൾ സംസാരിച്ചത്. ഞങ്ങൾ പേഴ്സണലി നാട്ടുകാരാണ്, ഒരുമിച്ച് അടുത്തടുത്ത മണ്ഡലക്കാരാണ്. ഞങ്ങൾ സംസാരിച്ചപ്പോൾ പേഴ്സണലായിട്ട് ഒരു ദിവസം പറഞ്ഞു നമുക്ക് കൊട്ടാരക്കര അദ്ദേഹത്തിന്റെ മണ്ഡലം, പിന്നെ കൊല്ലം, എറണാകുളം എന്തെങ്കിലും ഒന്ന് ചെയ്യണം. വിനോദിന്റെ ഒരു ഭാഗ്യമുണ്ട്, ഇത് ബഡ്ജറ്റിൽ പ്രൊവിഷൻ ഇല്ലാത്ത പൈസയാണ്, ബഡ്ജറ്റിൽ 100 പോലും വെക്കാത്ത പൈസയാണ് ബാലഗോപാൽ കൊടുത്തത്. അപ്പൊ ബാലഗോപാൽ പറഞ്ഞൊരു നമുക്കൊരു ബസ് സ്റ്റാൻഡ് പണിയണം, വളരെ മോശമാണ് നമുക്കത്. ഇപ്പൊ ഞാൻ പറഞ്ഞു പുതുക്കി പണിയെന്നൊക്കെ ഉണ്ട്, അതൊന്നും നിലയിൽ സ്ഥിരമായ ഒരു ബസ് സ്റ്റാൻഡ് വേണം, നല്ലത് എന്ന് പറഞ്ഞപ്പോൾ ബാലഗോപാൽ പറഞ്ഞു ഞാനൊരു 10-12 കോടി രൂപ തരാം. അങ്ങനെയാണ് ഞാൻ വിനോദിന് പറഞ്ഞു ബാലഗോപാലിനെ ഒന്ന് കണ്ടോ, സംഗതി ചിലപ്പോൾ വെക്കും. കാരണം ബാലഗോപാലിന് ഇവിടെ ഒരു കെട്ടിടം പണിയൊന്നും ഇൻട്രസ്റ്റ് ഉണ്ട്. ആ ഇൻട്രസ്റ്റ് മനസ്സിലാക്കിയ വിനോദിന് പറഞ്ഞു വിനോദ ധനകാര്യമന്ത്രി ഒന്ന് കണ്ടേരെ, പൈസ തരാൻ എന്നോട് സൂചനയുണ്ട്, ചോദിച്ചങ്ങ് പിടിച്ച ഒരൊറ്റ പിടിയങ്ങ് പിടിച്ച് നടക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഇവിടെ ബാലഗോപാൽ ഒന്നും പിടിച്ചു കെട്ടി ഇവിടെ കൊണ്ടുവന്ന് കാണിച്ചപ്പോൾ തന്നെ ബാലഗോപാൽ 12 കോടി പറഞ്ഞു. പിന്നെ വരച്ചു വന്നപ്പോൾ ഈ 1-ാം ഘട്ടം തീർക്കാൻ 13 കോടി വേണമെന്ന് പറഞ്ഞു. അത് ബാലഗോപാൽ എന്നോട് ചോദിച്ചു, ഞാൻ പറഞ്ഞു അതേ നിവൃത്തിയുള്ളൂ, കൊടുക്കൂന്ന് പറഞ്ഞു. ശരി കൊടുത്തേക്കാന്ന് പറഞ്ഞു. ബഡ്ജറ്റിൽ പ്രൊവിഷൻ ഇല്ലാതെയാണ് വിനോദിന് ബാലഗോപാൽ 13 കോടി രൂപ കൊടുത്തത്. കാരണം 100 രൂപയെങ്കിലും ടോക്കൺ പ്രൊവിഷൻ വയ്ക്കണം. ഇതൊരു സ്പെഷ്യൽ കേസാണ്. കാരണം എല്ലാം പണി KSRTCയുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ബസ് സ്റ്റേഷൻ പണിയുന്ന കാലഘട്ടം ഇതാണ്. ഈ ഞാൻ മന്ത്രിയായി വന്ന ഈ 2 വർഷത്തിനുള്ളിലാണ് ഏറ്റവും കൂടുതൽ ബസ് സ്റ്റാൻഡ്. മൂവാറ്റുപുഴ ബസ് സ്റ്റാൻഡ്, കുഴൽനാടൻ എന്നും കരഞ്ഞോണ്ട് ഒരു വിധത്തിൽ തീരൂല, അത് പണി പൂർത്തിയാക്കി. ബുധനാഴ്ച അത് ഉദ്ഘാടനം ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അതിന്റെ പണി തീരാതെ കിടന്ന പണി പറഞ്ഞ സമയത്ത് ഞാൻ കുഴൽനാടൻ പറഞ്ഞു 20-ാം തീയതി, ഇന്ന മാസം 20-ാം തീയതിക്ക് ടെൻഡർ വിളിച്ചിരിക്കും. എങ്കിൽ പറഞ്ഞു MLA ഫണ്ടിൽ ഞാൻ കുറച്ചുകൂടെ ഫണ്ട് തരുമെന്ന് പറഞ്ഞു. കറക്റ്റ് 20-ാം തീയതിക്ക് 19-ാം തീയതി ടെൻഡർ വിളിച്ചു കൊടുത്തു. PWD ആണ് എല്ലാവർക്കും ചെയ്യുന്നത്. ഞാനും റിയാസ് മിനിസ്റ്ററുമായിട്ട് സംസാരിച്ചിട്ട് KSRTCയുടെ മുഴുവൻ വർക്കുകളും PWD കൈമാറി. കാരണം വെച്ചാൽ MLA-മാർക്ക് PWD വർക്കുകൾ റിവ്യൂ ചെയ്യാനുള്ള ഒരു സംവിധാനമുണ്ട്. KSRTC ഇത് പണിയാനുള്ള സംവിധാനമില്ല. അതുകൊണ്ട് എന്ത് പറ്റി, ഹിന്ദുസ്ഥാൻ ലാറ്റക്സിനെ ഏൽപ്പിക്കുക, കേരയിൽ കോർപ്പറേഷനെ ഏൽപ്പിക്കുക, നടക്കത്തേയില്ല. ചെങ്ങന്നൂരൊക്കെ കേരയിൽ കോർപ്പറേഷൻ വെച്ച് എല്ലാം എടുത്ത് ദൂരെ കളഞ്ഞിട്ട് PWD ഏൽപ്പിച്ചു. അവരെല്ലാം ചെങ്ങന്നൂർ ബസ് സ്റ്റേഷൻ കല്ലിട്ടു, കൊട്ടാരക്കര ബസ് സ്റ്റേഷൻ കല്ലിട്ടു, പിന്നെ കായംകുളം ബസ് സ്റ്റേഷൻ, ഏറ്റവും കൂടുതൽ ബസ് സ്റ്റേഷൻ ഉണ്ടാക്കുന്ന കാലഘട്ടമാണ്. കായംകുളം ബസ് സ്റ്റേഷൻ
ടെൻഡർ കല്ലിട്ടു, ടെൻഡർ വിളിച്ച് കോൺട്രാക്ടർ എടുത്ത് എഗ്രിമെന്റ് ഇട്ട് കഴിഞ്ഞു. അപ്പൊ പണി ഉടനെ തുടങ്ങും. കായംകുളം ബസ് സ്റ്റേഷൻ കണ്ടു കഴിഞ്ഞാൽ സാധാരണ ഒരു പെട്ടി പോലെ ഇരിക്കുന്ന ബസ് സ്റ്റേഷൻ ഒന്നുമല്ല, നല്ല ഒരു കപ്പൽ ഇങ്ങനെ കരയിൽ കയറി കിടക്കുന്നിരിക്കും. ഹൈവേയിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു കപ്പൽ കിടക്കുന്നിരിക്കും. ഇവിടെ പണിയുന്ന ബസ് സ്റ്റാൻഡും ഏറ്റവും ആധുനികമായ ഡിസൈനിലാണ്. പഴയ ബസ് സ്റ്റാൻഡ് ഡിസൈൻ എല്ലാം മാറി. ഇന്ന് തൃശ്ശൂർ പുതിയ ബസ് സ്റ്റാൻഡിന്റെ കല്ലിടയാണ്. പിന്നെ പുതിയ ബസ് സ്റ്റാൻഡുകൾ ആലുവയിൽ തുറന്നു. ആലുവയിൽ തുറന്നതിന് ഇന്നും നമ്പർ ഇട്ട് കിട്ടിയിട്ടില്ല. കാരണം അവിടെ STP വെച്ചില്ല, നമ്പർ ഇട്ട്. പത്തനംതിട്ട എത്രയോ വർഷമായി, 8 കൊല്ലം 10 കൊല്ലമായി പണിഞ്ഞിട്ട് നമ്പർ ഇടാത്തോണ്ട് കട വാടകയ്ക്ക് കൊടുക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു ചോദിക്കാൻ നാഥനും നമ്പോക്കും ഇല്ലാതെ കിടന്ന് നശിച്ച് ഇതെല്ലാം പോവുകയാണ്. പത്തനംതിട്ട ബസ് സ്റ്റാൻഡ് വാടകയ്ക്ക് കൊടുത്താൽ തന്നെ മാസം ഒരു 50 ലക്ഷം രൂപ വാടക. അത്രയ്ക്കധികം കടയുണ്ട് അതിനകത്ത്. വാടക കൊടുക്കുന്ന നിവൃത്തിയില്ല, കാരണം അതിന് നമ്പർ ഇട്ടിട്ടില്ല. പാലക്കാട് നമ്പർ ഇടാതെ തന്നെ കുറെ ആളുകളെ കയറ്റിങ്ങിരുത്തി. പാലക്കാട് മുനിസിപ്പാലിറ്റി നമ്പർ ഇട്ട് കയറത്തില്ല. കുറെ ആളുകൾ വഴി കയറി അങ്ങ് പാത്രം വെച്ച് അലുമിനിയം ഷെഡ് ഒരു കടയും അടിച്ചു വെച്ച് ഫ്രണ്ടിലിരിക്കുക. നിസ്സാര വാടക അതൊട്ട് തരുന്നുമില്ല. എന്നിട്ട് എവന്മാര് സിവിൽ കോടതിയിൽ പോയി കേസ് പറഞ്ഞു. മുമ്പിരുന്ന ഒരു മന്ത്രിയുടെ പാർട്ടിക്കാരെ അറേഞ്ച് ചെയ്ത് കൊടുത്താ. ഏതായാലും കൊള്ളാം, അവിടെ കയറി ഇരുന്നു. അമ്മമാർ ഇറങ്ങുന്നുമില്ല, മുനിസിപ്പാലിറ്റി നമ്പർ ഇടുന്നില്ല. ഇപ്പൊ കേസ് ഹൈക്കോടതി വരെ എത്തി. ഇവരെല്ലാം സർവ്വ സിവിൽ കോടതിയിലും സിവിൽ കേസ് കൊടുത്തിരിക്കുക. അവിടെ എല്ലാം കൊടുത്തേക്കുക. പാലക്കാട് വടക്കൻ സർവ്വ സ്ഥലത്തും കൊണ്ടുകൂടെ കോടതി ഉള്ളിടത്തെല്ലാം കേസ് കൊടുത്തേക്കുക. അവന്മാര് കുത്തകക്കാർ ഇതിനകത്ത് കയറി പറ്റും ഈ കടകൾ എടുക്കാൻ വേണ്ടി. ഒരു കുത്തക ടീമുണ്ട്. അവര് ക്യാന്റീൻ അങ്ങനെയായിരുന്നു, ക്യാന്റീൻ അവസാനിപ്പിച്ചു. കാരണം ക്യാന്റീൻ ടെൻഡർ വിളിച്ചാൽ നല്ല രീതിയിൽ നടത്താൻ വരാൻ തയ്യാറല്ല, ഉഴപ്പിയെ നടത്തണം. അതുകൊണ്ടാണ് ഞാൻ ക്യാന്റീൻ വേണ്ട, പകരം റോഡിൽ ആൾക്കാർ നല്ല ഹോട്ടലുകളിൽ നിർത്തി കഴിക്കട്ടെ എന്ന് തീരുമാനിച്ചു. ഈ കോവിഡിന് ശേഷം ധാരാളം നല്ല റെസ്റ്റോറന്റുകൾ റോഡ് സൈഡിലൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അവർക്കൊരു വരുമാനമാവട്ടെ. പല ചെറുപ്പക്കാരും തുടങ്ങിയ ഒരു സ്വയം തൊഴിൽ കണ്ടെത്തിയ ഒരു മാർഗത്തിന് ഒരു ഉപകാരമാവട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെയാണ് അത് ചെയ്തത്. ഇത് പുതിയ മന്ദിരം വളരെ മനോഹരമായിരിക്കും. അവിടെ ആദ്യഘട്ടത്തിൽ ബസ് വരുന്നതിനും പോകുന്നതിനും സൗകര്യം ഉണ്ടാവും, ടോയ്ലറ്റ് ഫെസിലിറ്റി ഉണ്ടാവും, പിന്നെ ടിക്കറ്റ് കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാനുള്ള ജീവനക്കാർക്ക് വിശ്രമിക്കാനുള്ള സൗകര്യം വരെ അതിനകത്ത് ഉണ്ടാവുള്ളൂ. ബാക്കിയെല്ലാം ഈ കെട്ടിടത്തിൽ തുടരും തൽക്കാലം. അതിന്റെ രണ്ടാം ഘട്ടം ഒരു 10 കോടി രൂപ വരേണ്ടതുണ്ട്. രണ്ടാം ഘട്ടം അത് കോൺക്രീറ്റ് ബിൽഡിംഗ് ആണ്, സൈഡിലാണ്. അത് സൈഡിൽ വരുമ്പോൾ അതും ഒരു ഗ്യാരേജും അതിനകത്ത് വരും. രണ്ടാം ഘട്ടത്തിൽ ഗ്യാരേജും വരും. അത് രണ്ടും കൂടി വന്നു കഴിയുമ്പോൾ ഇത് പൂർണ്ണമാകും. ഇപ്പൊ ഒന്നാം ഘട്ടമാണ് തുടങ്ങുന്നത്. നമ്മൾ ഈ സ്മാർട്ട് സിറ്റിയിൽ നിന്ന് പിന്മാറാനുള്ള കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം. മറ്റൊരു കാര്യം, ഇവിടെ കയറുമ്പോൾ 4 KSRTC ബസ് മാത്രമേ നമുക്ക് തരത്തുള്ളൂ, 4 ബേ. ബാക്കിയെല്ലാം പ്രൈവറ്റ് ബസ്സിന് കൊടുക്കണമെന്നാ. ഒരൊറ്റ പ്രൈവറ്റ് ബസ് കലൂര് വന്നു പോകും, ഇതിനകത്ത് വരൂല എന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാം. വരൂല. അവരെ സൈക്കോളജി എനിക്കറിയാം. അവര് വരൂല. അവര് കലൂര് വന്നിട്ട് അങ്ങ് പോകും. ഇതിനകത്ത് ആരും കയറത്തില്ല. ഇത് നശിച്ചു പോയാൽ ഇപ്പൊ ഇത് KSRTCയുടെ മാത്രമായി ചെയ്യുന്നതുകൊണ്ട് ഇത് KSRTC നല്ല നിലയിൽ നടത്തും, നല്ലൊരു സംവിധാനമായി മാറും എന്നുറപ്പാണ്. ഇതിനുവേണ്ടി ഏറ്റവും അധികം പരിശ്രമിച്ച നമ്മുടെ MLA ഉണ്ട്, അദ്ദേഹത്തെ ഞാൻ അനുമോദിക്കുകയാണ്. ഹൈബീഡൻ 2 കോടി രൂപ നേരത്തെ കൊടുത്തിരുന്നു. അത് KSRTCയിൽ ഒരു എഞ്ചിനീയറിംഗ് വിങ് ഉണ്ടായിരുന്നു, അവരാണ് നശിപ്പിച്ചത്. അതിനെ നാശമാക്കി, അത് പൊളിച്ചു കളയേണ്ടി വന്നു. അത് വിജിലൻസ് കേസായിട്ട് കിടക്കുകയാണ്. നമ്മൾ വളരെ പ്രയാസപ്പെട്ടാണ് അത് പൊളിച്ചു കളഞ്ഞത്. അതിൽ വന്ന ഉദ്യോഗസ്ഥരെ എല്ലാം സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടു. ഇപ്പൊ KSRTCക്ക് ഒരു സിവിൽ വിങ് എന്നൊരു സംഭവം ഒഴിവാക്കുകയാണ് ഞങ്ങൾ. അത് വേണ്ട എന്നുള്ളതാണ്. PWD ചെയ്യട്ടെ എന്നുള്ളതാണ്. പരിചയസമ്പന്നരായ PWD എഞ്ചിനീയർമാർ ചെയ്യും. ഡിസൈൻ ചെയ്തിരിക്കുന്ന എല്ലാം PWD ആണ്. നമ്മൾ നല്ല നിലയിൽ ഈ കെട്ടിടം നിർമ്മാണം തുടങ്ങിയാൽ വളരെ വേഗത്തിൽ തീരും. ഇതിൽ നല്ലൊരു ഭാഗം സ്റ്റീലിന്റെ വർക്കാണ്. അത് വേറെ സ്ഥലത്ത് നിന്ന് കാസ്റ്റ് ചെയ്താണ് വരുന്നത്, വന്ന് പിടിപ്പിക്കലാണ്. ബേസിക് വർക്ക് മാത്രമേ ഇവിടെയുള്ളൂ. ബാക്കിയെല്ലാം സ്റ്റീലിൽ ചെയ്തു വരെയാണ് വെളിയുന്നത്. അതുകൊണ്ട് പെട്ടെന്ന് പണി തീരുമെന്നാണ് വിശ്വസിക്കുന്നത്. എല്ലാവിധ നന്മകളും നേർന്നുകൊണ്ട് വേഗത്തിൽ പണി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ പുതുക്കി പണിത ബസ് സ്റ്റേഷൻ നാശമാക്കാതെ എല്ലാവരും സൂക്ഷിക്കണം, ജീവനക്കാരത് ചെയ്യണം. അതുപോലെ ഇന്നിവിടെ വന്നപ്പോൾ KSRTC ഈ വർക്ക്ഷോപ്പിന് ഒരു ലീക്ക് ഉണ്ടായിരുന്നു, റൂഫ് ലീക്ക് ഉണ്ടായിരുന്നു. അത് KSRTC തന്നെ പൈസ കൊടുത്ത് അത് ചെയ്തിട്ടുണ്ട്. വർക്ക്ഷോപ്പുകളുടെ അന്തരീക്ഷമൊക്കെ മാറും, കുറച്ചുകൂടി നല്ല മോഡേൺ ആയിട്ടുള്ള സംവിധാനങ്ങൾ വരും. അതുപോലെ KSRTCയുടെ മേയറുമായിട്ട് ഇവിടെ ഇരിക്കുമ്പോൾ മേയർ പറഞ്ഞത് സിറ്റിയുടെ പല ഭാഗത്തേക്കും KSRTC ചെല്ലുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളിപ്പോ ഈ വൈറ്റിൽ ഗോശ്രീ പാലം വഴി അകത്തേക്ക് കയറുന്ന വണ്ടികൾ പലതും നല്ല നിലയിലാണ് ഇപ്പൊ പോകുന്നത്. ഗോശ്രീ പാലം വഴി കയറുന്ന ഒരു പരാതി, കുറച്ചുകൂടി ഗോശ്രീ പാലത്തിൽ കൂടി വണ്ടികൾ കയറ്റിക്കൊണ്ട് ഇനി പോകാത്ത സ്ഥലങ്ങൾ, ഇപ്പം ഈ പച്ചാളം ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ വണ്ടി പോകുന്നില്ല. അപ്പൊ അവിടുന്ന് കയറിയിട്ട് അങ്ങനെ IBയുടെ റോഡുണ്ടല്ലോ, ചെറിയ ബസ് വരുന്നുണ്ട്. അത് ഓർഡർ ചെയ്തിട്ടുണ്ട്. വരുന്ന മുറയ്ക്ക് ചെറിയ ബസ് തരാം. സിറ്റിക്കകത്ത് ഓടത്തെ ഗതി ചെറിയ ബസ് CMD തരും ATOയ്ക്ക് കേട്ടോ. ചെറിയ ബസ് വരാനുണ്ട്. കോർപ്പറേഷൻ ഓഫീസിന് മുമ്പിൽ, പുതിയ കോർപ്പറേഷൻ ഓഫീസിന് മുമ്പിൽ ഒരു ബസ് സ്റ്റോപ്പ് അനുവദിച്ചതായി ഇവിടെ വെച്ച് തന്നെ പ്രഖ്യാപിക്കുന്നു. MD നാളെ തന്നെ വിളിച്ച് പറഞ്ഞിട്ട് ഒരു ഉത്തരവാക്കി കൊടുക്കണം. പിന്നെ ഗോശ്രീ പാലം വഴി കൂടുതൽ വണ്ടികൾ പ്രവേശിക്കും. കാരണം അത് കാക്കനാട് ഭാഗത്തേക്കൊക്കെ ഇപ്പൊ പോകുന്നുണ്ട്. മറ്റ് സ്ഥലങ്ങൾ കൂടി ATO കണ്ടുപിടിച്ചതിന് ശേഷം
എനിക്ക് റിപ്പോർട്ട് തരാമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അത് തരുന്ന മുറയ്ക്ക് ആ വണ്ടികൾ അനുവദിക്കും. ആവശ്യമുള്ളത്ര ഡ്രൈവർമാരെയും കണ്ടക്ടർമാരെയും ആവശ്യമുള്ള വാഹനങ്ങളും കൊടുക്കും. KSRTC ഒരു ബുദ്ധിമുട്ടുമില്ല. KSRTC രക്ഷപ്പെടും. നിങ്ങൾ ജീവനക്കാരോട് ഞാൻ പറയുന്നു, എങ്ങനെങ്കിലും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് കടം എവിടുന്നെങ്കിലും സർക്കാരിൽ നിന്ന് പൈസ ഒപ്പിച്ച് നിങ്ങൾക്ക് DA തരുന്ന കാര്യവും ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാം ചെയ്തു. ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹം ധനകാര്യമന്ത്രിയോട് സംസാരിക്കാന്ന് പറഞ്ഞു. നമ്മുടെ കയ്യിൽ പൈസ ഇല്ലാത്തതുകൊണ്ട് സർക്കാർ എന്ത് തരണം, അതിന് വേണ്ടിയിട്ട് ഞാൻ ബാലഗോപാലിനോട് സംസാരിച്ചു. കൊടുക്കുന്നത് പറഞ്ഞാൽ ഒരു ദിവസം മതി. അതൊക്കെ പറഞ്ഞതാണ്. ഞാൻ പോകുന്നതിന് മുമ്പ് തന്നിട്ട് പോകണമെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. കാരണം ശമ്പളം 1-ാം തീയതി തന്നവനാണ്, ഒരുമിച്ച് തന്നവനാണ്. അപ്പൊ ഇതൊക്കെ വരുമ്പോൾ അതുകൂടി ആയാലും എനിക്കൊരു സന്തോഷം. നിങ്ങളെ DA ഒന്നും പിടിച്ചു വെക്കുന്നതിന് എനിക്ക് താല്പര്യമുള്ള ആളല്ല. എന്റെ കയ്യിൽ ഉണ്ടെങ്കിൽ എനിക്കറിയാം, ആ നിമിഷം ഞാൻ തരും. അതിനകത്ത് വേറെ സംശയമൊന്നുമില്ല. ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ കാര്യം സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹം ബാലഗോപാലുമായിട്ടൊന്നും സംസാരിക്കാം, ധനകാര്യമന്ത്രിയുമായിട്ടൊന്നും സംസാരിക്കാം. കാരണം എന്താ, ഈ വർഷാവസാനമായതുകൊണ്ട് ഖജനാവിൽ ലിക്വിഡിറ്റിയുടെ പ്രശ്നമുണ്ട്, പൈസ ഇല്ലായ്മയുടെ ഒരു പ്രശ്നമുണ്ട്. വർഷാവസാനം വരുമ്പോൾ എല്ലാ പേയ്മെന്റും ഒരുമിച്ച് കൊടുക്കേണ്ട ഒരു സമയമാണ്. ഞങ്ങൾ വേറൊരു പ്രപ്പോസൽ 1000 കോടി രൂപ ഉടനെ കിട്ടാനുള്ള പ്രപ്പോസൽ ഞാൻ രഹസ്യമായിട്ട് വെച്ചിരിക്കണം. അദ്ദേഹത്തിന് പറഞ്ഞിട്ടുണ്ട്. അത് അടുത്ത മന്ത്രിസഭാ യോഗം പാസ്സായാൽ ഒരു മാർച്ച് അവസാനം ആകുമ്പോഴത്തേക്ക് ഒരു 1000 കോടി രൂപ ഖജനാവിലേക്ക് വരാനുള്ള ഒരു പരിപാടിയുണ്ട്. അത് ഇപ്പൊ വെളിയിൽ പറയുന്നത് ശരിയല്ല, അതുകൊണ്ട് പറയുന്നില്ല. അത് ട്രാൻസ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അത് വലിയൊരു ആനുകൂല്യം ജനങ്ങൾക്കും കിട്ടുന്ന ഒരു കാര്യമാണ്. അത് നടപ്പിൽ വന്നാൽ ഈ ലിക്വിഡിറ്റി ഉണ്ടാവും. അപ്പൊ ലിക്വിഡിറ്റി ഉണ്ടാക്കി കൊടുക്കുന്നതിന്റെ കാരണം എന്ന് പറയുന്നത് ഇതുകൂടിയൊക്കെ ഒന്ന് അനുവദിച്ചു തരണം എന്ന് വിചാരിച്ചിട്ടാണ്. തീർച്ചയായിട്ടും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അതിൽ ഇടപെടാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. അദ്ദേഹം ഒന്ന് സംസാരിച്ചതിന് ശേഷം എന്നോട് പറയും. അദ്ദേഹം അത് പോസിറ്റീവായിട്ട് തന്നെയാണ് അദ്ദേഹം എന്റെ റിക്വസ്റ്റ് സ്വീകരിച്ചിരിക്കുന്നത്. നിങ്ങളിവിടെ ഒന്ന് പ്രാർത്ഥിച്ചോളുക നടക്കാനായിട്ട്. ഈ തരാൻ പോകുന്നവരെ മനസ്സൊരു മനസ്സാണ്. ആ മനസ്സൊന്ന് അലിയാൻ വേണ്ടി നിങ്ങളോട് പ്രാർത്ഥിക്കണം. എന്റെ മനസ്സലിഞ്ഞിട്ടുണ്ട്, പക്ഷെ അത് കൊണ്ട് കാര്യമില്ല. തരേണ്ടവർ മനസ്സലിയാൻ വേണ്ടി എല്ലാവരും ഒന്ന് ജീവനക്കാരൊന്ന് പ്രാർത്ഥിച്ചോളൂ എന്ന് മാത്രം പറയുന്നു. നിങ്ങളുടെ ഇവരുടെ അനുവാദത്തോടെ ഈ പുതുക്കി പണിത ഈ മന്ദിരത്തിന്റെയും അതുപോലെ പുതുതായി നിർമ്മിക്കുന്ന മന്ദിരത്തിന്റെയും ശിലാസ്ഥാപനവും നിർവഹിച്ചായി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.